എല്ലാ അധരങ്ങളും തുറക്കപ്പെടട്ടെ. ഹസ്മനാധര അന്തരപ്രഭാതി. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. അങ്ങയുടെ സാന്നിധ്യത്താലും അങ്ങയുടെ കൃപയാലും അങ്ങയുടെ മഹത്വത്താലും ഇന്ന് പകൽ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. അങ്ങയുടെ അളവറ്റ കരം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നതിനായി സ്തോത്രം. കടന്നു വന്ന അങ്ങയുടെ ജനത്തെ അങ്ങയുടെ കരത്തിലേക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങ് ആഗ്രഹിക്കുന്ന വിടുതൽ, അങ്ങ് ആഗ്രഹിക്കുന്ന സൗഖ്യം, അങ്ങ് ആഗ്രഹിക്കുന്ന ദൈവപ്രവൃത്തി ഇന്ന് പകൽ ഈ ജനത്തിന് വേണ്ടി ദൈവം ചെയ്യേണ്ടതിനായി സ്തോത്രം. ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. സകലതും കർത്താവെ അത്ഭുതമായി മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ളവരുടെ കരവും ശബ്ദമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ തന്നെ തിരുനാമം മഹത്വപ്പെടട്ടെ. നല്ല നിമിഷത്തിനായി കർത്താവിനോട് നന്ദി പറയുന്നു. ഇന്ന് പകൽ നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനായി, നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഇന്ന് പകൽ നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇതുപോലെ കസാരകൾ ശൂന്യമായൊരു ഡെലിവറൻസ് മീറ്റിംഗ്. എനിക്ക് തോന്നുന്നു മഴയുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം സ്ഥിരമായി വരുന്നവരെയും കാണുന്നില്ല. ഇന്ന് പകൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവിക മഹത്വം അനുഭവിക്കുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. റോമർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം, റോമർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, അവൻ തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നു. ഒരു പ്രാവശ്യം എല്ലാവരും ആ വചനമൊന്ന് എടുത്തു പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ആമേൻ. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞാട്ടെ, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുവാൻ അവൻ സംഗതി വരുത്തുകയില്ല. ഇന്ന് പകൽ അത് എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? യേശുവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകാൻ ആര് സമ്മതിക്കത്തില്ല? യേശു കർത്താവ് സമ്മതിക്കത്തില്ല. യേശുവിനെ വിശ്വസിക്കുന്നവൻ്റെ തല കുനിയാൻ ആര് സമ്മതിക്കത്തില്ല? യേശു കർത്താവ് സമ്മതിക്കത്തില്ല. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ തല കുനിയാൻ ആര് സമ്മതിക്കത്തില്ല? യേശു സമ്മതിക്കത്തില്ല. അത് ഏതു വിഷയമായിക്കോട്ടെ, നിന്റെ തല താഴ്ത്തുവാൻ പിശാച് വെച്ചിരിക്കുന്ന സകല പദ്ധതികളെയും അവൻ പൊട്ടിച്ചു കളഞ്ഞ് നിന്റെ തലയെ അവൻ ഉയർത്തുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പലവിധമായ പ്രശ്നങ്ങൾ പിശാച് നമുക്ക് നേരെ കൊണ്ടിടാറുണ്ട്. നമ്മുടെ തലയെ താഴ്ത്താൻ, നമ്മുടെ ദൈവം നമുക്ക് നൽകിയ നന്മകളെയും, നമുക്ക് ദൈവം നൽകിയ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ വഴികളെയും, ദൈവത്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിച്ച സകലതിനെയും തകർത്ത് കളയുവാൻ പിശാച് പല പദ്ധതികളും ഒരുക്കും. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുക, എൻ്റെ ശബ്ദം കേട്ടിറങ്ങിയ, എൻ്റെ വിളിക്കകത്തിറങ്ങിയ, ഞാൻ തിരഞ്ഞെടുത്ത ഒന്നും എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകത്തില്ല. തകർക്കുവാൻ കഴിയാത്തതുപോലെ ദൈവിക മഹത്വം നിന്നെ ചലിപ്പിക്കുക തന്നെ ചെയ്യും. ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ഉറപ്പോടെ വിളിച്ചു പറയട്ടെ, നമ്മൾ ചില വിഷയങ്ങൾക്കകത്ത് നമ്മുടെ തലയെ ഉയർത്താൻ പോകുകയാണ്. പിശാചു പറയാണ്, നിന്റെ തല താഴും, നിന്റെ തല കുനിയും. പക്ഷെ ഇന്ന് പകൽ ഞാൻ ഉറപ്പോടെ പറയട്ടെ, ക്രിസ്തുവിൽ നമ്മളുടെ തല ഉയർന്നിരിക്കാൻ പോകുകയാണ്. ക്രിസ്തുവിൽ നമ്മളുടെ തല ഉയർന്നിരിക്കാൻ പോകുകയാണ്. പിശാചു നിന്റെ തലമുറയെ നോക്കി പറയുന്നു, നിന്റെ കുടുംബത്തെ നോക്കി പറയുന്നു, നിന്നിൽ കൂടെ വെളിപ്പെടേണ്ട നന്മകളെ നോക്കി പറയുകയാണ്, ഇത് നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് നീ പ്രാപിക്കത്തില്ല, ഈ വാഗ്ദത്തം നീ അനുഭവിക്കത്തില്ല, ഇത് നിന്റെ മേൽ തുറക്കത്തില്ല, എന്നും നിന്റെ തല താഴ്ന്നിരിക്കത്തേയുള്ളൂ. പക്ഷെ ഇന്ന് പകൽ ഞാൻ ഉറപ്പോടെ പറയട്ടെ, നിന്റെ തല താഴത്തില്ല, നിന്റെ തല ഉയർന്നിരിക്കുക തന്നെ ചെയ്യും.
നമ്മളുടെ തല താഴ്ത്താൻ പിശാച് വെച്ചിരിക്കുന്ന ഒത്തിരി പദ്ധതികളുണ്ട്, ഒത്തിരി തന്ത്രങ്ങളുണ്ട്. നമ്മൾ ദൈവത്തിനു വേണ്ടി ഇറങ്ങി, ദൈവശബ്ദത്തിൻ്റെ അകത്ത് ഇറങ്ങി, ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ തലയെ താഴ്ത്താൻ പിശാച് ഒത്തിരി പദ്ധതികൾ ഒരുക്കും. പക്ഷേ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പദ്ധതികൾ അവൻ ഒരുക്കുമെന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മുടെ തല ഉയർത്തി തന്നെ ദൈവം നിർത്തും. അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയാണ്. അബ്രഹാം അവൻ ഊരെന്ന് പറയുന്ന സ്ഥലം വിട്ട് ദൈവം പറയുക, നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്ര ചെയ്യുക. അബ്രഹാം ഊരെന്ന് പറയുന്ന പട്ടണത്തിൽ പാർത്തൊരു മനുഷ്യനാണ്. അവൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അവൻ ധനികനായൊരു മനുഷ്യനായിരുന്നു. ആ നാട്ടിലൊരു പ്രമാണിയുടെ മകനായി ജനിക്കപ്പെട്ടു. ധനികനായി പട്ടണത്തിൽ പാർത്ത ഒരു വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാമിനോട് ദൈവം പറയുക, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എന്ത് ചെയ്യുക, നീ യാത്ര ചെയ്യുക. നീ നിൻ്റെ പൃഥുഭവനത്തെയും ചാർച്ചക്കാരെയും സകലതിനെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്ര ചെയ്യുക. ഈ ദൈവശബ്ദത്തിൻ്റെ അകത്ത് അബ്രഹാം എവിടം വിട്ടു? ഊരെന്ന് പറയുന്ന പട്ടണം വിട്ടു. അവൻ്റെ മാതാപിതാക്കളെ വിട്ടു, സകലരെയും വിട്ട് ദൈവം അവനോട് പറഞ്ഞ വാഗ്ദത്ത സ്ഥലം തേടി അവൻ യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം നിരവധി വാഗ്ദത്തങ്ങൾ അവനോട് പറയുക. ഇന്ന് പകൽ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിച്ചാട്ടെ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട്, കണ്ടോ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക. കണ്ടോ, അവിടെ എഴുതിയിരിക്കുക, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുകയും നിന്നെ ഞാൻ അനുഗ്രഹിച്ചെന്ത് ചെയ്യും, നിന്റെ പേർ വലുതാക്കും. അടുത്ത വാചകം, നീ ഒരു അനുഗ്രഹമായിരിക്കും. കണ്ടോ, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും എന്ത് ചെയ്യും, അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനോട് പറയാം, നിന്നെ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ദൈവം ഇടപെട്ട ചില ദൈവിക ശബ്ദമാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കി മാറ്റുകയും നിന്നെ അനുഗ്രഹിച്ചു നിൻ്റെ പേർ വലുതാക്കുകയും, അപ്പോൾ തന്നെ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുകയും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞ് ഊരെന്ന പട്ടണത്തിൻ്റെ അകത്ത് നിന്ന് ദൈവം ഇവനെ പുറത്തു കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ലോത്ത് അബ്രഹാമിൻ്റെ കൂടെ യാത്രയ്ക്ക് പുറപ്പെട്ടു. അബ്രഹാമിന് ലോത്തിനോട് വലിയ ഇഷ്ടമായിരുന്നു. അവൻ്റെ ജ്യേഷ്ഠൻ്റെ മരണശേഷം ഇവൻ ഒറ്റയ്ക്കായി പോയെന്നുള്ള ഭാരം മുഖാന്തരമായി അബ്രഹാം ഊരെന്ന് പറയുന്ന സ്ഥലം വിട്ടിറങ്ങുമ്പോൾ ലോത്തിനെയും കൂടെ ചേർത്തു. ഇവർ യാത്ര പുറപ്പെട്ടു. വചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, 13-ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ 12-ാമത്തെ അധ്യായം പകുതി സ്ഥലങ്ങളിലെത്തുമ്പോൾ തന്നെ അവിടെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുകയാണ്, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ അബ്രഹാമിൻ്റെ മേൽ നിവർത്തിയായി തുടങ്ങി. ഞാൻ ശാന്തമായിട്ടൊന്ന് പറയുകയാണ്, ദൈവം പറഞ്ഞ പല വാഗ്ദത്തങ്ങളും അബ്രഹാമിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു, തുറന്നു കൊടുക്കുവാൻ തുടങ്ങി. അവനോട് പറഞ്ഞു, നീ വലിയൊരു സമൂഹമായി മാറുമെന്ന് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായി മാറുമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞ സകല നന്മകളും അബ്രഹാമിൻ്റെ യാത്രയിൽ തന്നെ ദൈവം അവന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ആടുമാടുകളും ദാസീദാസന്മാരും വലിയ സമ്പത്തുള്ളവനുമായി ആര് മാറി? അബ്രഹാം മാറി. അബ്രഹാം വലിയ സമ്പത്തുള്ളവനായി മാറിക്കഴിഞ്ഞപ്പോൾ മുൻപോട്ട് ഇവർക്ക് ഒന്നിച്ചു യാത്ര ചെയ്യുവാൻ കഴിയാത്ത ചില പ്രതിസന്ധികൾ എവിടെ ഉണ്ടാകുകയാണ്?
ഇവരുടെ യാത്ര മധ്യേ ഉണ്ടാകുകയാണ്. ഇവനോട് കൂടെ യാത്ര ചെയ്യുന്നൊരു മനുഷ്യനാണ് ലോത്ത് എന്ന് പറയുന്നവൻ. അബ്രഹാമിൻ്റെ കൂടെയുള്ള അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ദൈവശബ്ദത്തിൻ്റെ അകത്ത് അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തന്നെ ഈ വാഗ്ദത്തങ്ങൾ ലോത്തിൻ്റെ മേലും വെളിപ്പെടാൻ തുടങ്ങി. അവിടെ അങ്ങനെയാണ് നമുക്ക് വചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അബ്രഹാം ദൈവശബ്ദത്തിൻ്റെ അകത്ത് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ കൂടെ ഇറങ്ങി പുറപ്പെട്ട ലോത്തിൻ്റെ മേലും ഈ ദൈവശബ്ദത്തിൻ്റെ അകത്തൂടെയുള്ള നന്മകൾ തുറന്നു തുടങ്ങാൻ തുടങ്ങി. അവിടെ കാണുവാൻ കഴിയുകയാണ്, അബ്രഹാമും ബഹുസമ്പന്നനായി മാറി, കൂടെ ഇറങ്ങിയ ലോത്തുമാരായി ബഹുസമ്പന്നനായി മാറുകയാണ്. ഇവരുടെ രണ്ടുപേരും കൂടെ ഒന്നിച്ചു യാത്ര ചെയ്യുമ്പോൾ ഇവർക്ക് ഒന്നിച്ചു യാത്ര ചെയ്യുവാൻ കഴിയാത്തതുപോലെ ചില പ്രതിസന്ധികൾ ഇവരുടെ യാത്ര മധ്യേ ഉണ്ടാകുകയാണ്. എന്താണ് പ്രതിസന്ധികൾ? അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ ശണ്ട കൂടാൻ തുടങ്ങി. എന്തിനാണ് ശണ്ട കൂടിയത്? അബ്രഹാമിൻ്റെ ആടുകളെയും അവന് ദൈവം കൊടുത്ത മൃഗജാലങ്ങളെ എന്ത് ചെയ്യുക, പുല്ലുമേയുവാൻ വേണ്ടി കൊണ്ട് ആദ്യമേ ഇറക്കുമ്പോൾ ലോത്തിൻ്റെ മൃഗങ്ങളെ ഇറക്കുവാൻ മേയുവാൻ സ്ഥലമില്ലാതെ ഇവർ തമ്മിൽ ശണ്ട കൂടുവാനിടയായി. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന് ഇവരുടെ മൃഗസമ്പത്തിനെ വഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായി ദൈവശബ്ദത്തിൻ്റെ അകത്തൂടെ ദൈവം അവർക്ക് നന്മകളെ തുറക്കാനിടയായി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് ദൂത് കൈമാറട്ടെ. നീ ദൈവശബ്ദത്തിൻ്റെ അകത്താണോ നീ ഇറങ്ങി പുറപ്പെട്ടത് എങ്കിൽ അവൻ പറയുന്ന വാക്കിന് മാറ്റമുണ്ടാകത്തില്ല. ഇന്ന് വരെ ഉലകം കണ്ടിട്ടില്ലാത്തതുപോലെ ഒരു സമൃദ്ധി ദൈവശബ്ദത്തിന്റെ മുൻപിൽ ഇറങ്ങിയവര് ദൈവം തുറന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവശബ്ദത്തിന്റെ അകത്ത് ഇറങ്ങിയ നിന്റെ തല താഴെ ഇന്ന് പകൽ ആരോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാ. ദൈവശബ്ദത്തിന്റെ അകത്ത് ഇറങ്ങിയിട്ടോ വാഗ്ദത്തങ്ങൾ പലതും കാണാതിരിക്കുമ്പോ ഇന്ന് പകൽ ആത്മാവ് നിന്നോട് വ്യക്തമായി പറയുക, നിന്റെ മേലൊരു തുറവി, നിന്റെ മേലൊരു തുറവി സംഭവിക്കാൻ പോകുക. മഹത്വത്തിന്റെ തുറവി നിന്റെ മേൽ വെളിപ്പെടാൻ പോകുക. എവിടെയാണോ പിശാച് നിന്നെ അടച്ചു കളഞ്ഞത്, എവിടെയാണോ നിന്റെ നന്മയെ അടച്ചു കളഞ്ഞത്, ഇന്ന് പകലത് ദൈവം നിനക്ക് വേണ്ടി തുറക്കുകയോ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവശബ്ദത്തിൻ്റെ അകത്തിറങ്ങിയ ലോത്തല്ല, അബ്രഹാമാണ്. പക്ഷേ അബ്രഹാമിനോട് കൂടെ ഇറങ്ങിയപ്പോൾ അവനും അനുഗ്രഹിക്കപ്പെട്ടു. ലോത്തിനെ പോലെ തന്നെ ആരും അനുഗ്രഹിക്കപ്പെട്ടു, അല്ല അബ്രഹാമിനെ പോലെ തന്നെ ആരും അനുഗ്രഹിക്കപ്പെട്ടു, ലോത്തും അനുഗ്രഹിക്കപ്പെടുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അങ്ങോട്ട് 10 സെന്റിൻ്റെ അകത്ത് 10 ആനയെ കെട്ടിയാൽ എങ്ങനെയാണോ എന്ന് പറഞ്ഞതുപോലാണ് ഇവർ പാർക്കുന്ന ദേശം. ഇനി ഒരു ആടുമാടും കൂടെ പിറന്നാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ സ്ഥലമില്ലാത്തതുപോലെ ഒരു ചരിത്രകാരൻ ഇങ്ങനെ എഴുതിയപ്പെട്ടിരിക്കുകയാണ്, അവരുടെ സമ്പത്തിനെ അവരുടെ നന്മയെ ആ ദേശത്തിന് വഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. ദൈവം തുറന്നാലുള്ള തുറവി നിനക്ക് മനസ്സിലാകത്തില്ല. ഇന്ന് പകൽ നീ ചിന്തിച്ചോ, നീ ചിന്തിക്കുന്നത് പോലല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. നിനക്ക് വേണ്ടി ദൈവം എന്തെങ്കിലും തുറന്ന, നിനക്ക് വേണ്ടി ദൈവം എന്തെങ്കിലും തുറന്ന അത് നീ കൊണ്ട് അവസാനിക്കുന്നതല്ല. ഓ, നിനക്ക് എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നതിനപ്പുറമാ ഒരു സമൃദ്ധി ഇന്ന് പകൽ ഈ ജനത്തിന്റെ മേൽ ആത്മാവ് തുറക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവരുടെ ഇടയന്മാർ തമ്മിൽ ശണ്ടയായപ്പോൾ ലോത്തും അബ്രഹാമും കൂടെ തമ്മിലൊരു തീരുമാനമെടുക്കുക, ഇനിയും നമുക്കൊന്നിച്ചു പോകാൻ കഴിയത്തില്ല, സാധ്യമാകത്തില്ല. ഇനിയും നമുക്കൊന്നിച്ചൊരു യാത്ര സാധ്യമല്ല. നമുക്കെന്ത് ചെയ്യാം? ഇവിടം കൊണ്ട് പിരിയാം. വായിക്കാം 13-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യം വായിച്ചാട്ടെ. ആ ആ ആ ആ പൊക്കോളാം.
എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി. കണ്ടോ, ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള ദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് അവൻ കണ്ടു. വായിച്ചേട്ടാൻറ്റി. യഹോവ സോദോമിനെയും ഗോമോറയെയും നശിപ്പിക്കുന്നതിന് മുൻപ്, കണ്ടോ, അത് യഹോവയുടെ തോട്ടം പോലെയായിരുന്നു. ഈ സ്ഥലം എങ്ങനെയുള്ള സ്ഥലമാണ്? ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലം യഹോവയുടെ തോട്ടം പോലെയുള്ള ദേശം. സോദോമിനെയും ഗോമോറയെയും ദൈവം നശിപ്പിക്കുന്നതിന് മുൻപ് ഈ ദേശം എങ്ങനെയുള്ള സ്ഥലമായിരുന്നു? ഇത് സമൃദ്ധിയുള്ള സ്ഥലമായിരുന്നു. ഇത് പുഷ്ടിയുള്ള സ്ഥലമായിരുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായിരുന്നു. ആ വചനം അങ്ങനെ തന്നെ എഴുതപ്പെട്ടിരിക്കുകയാണ്. ആ ദൈവശബ്ദം അങ്ങനെ തന്നെ എഴുതപ്പെട്ടിരിക്കുകയാണ്. ഇത് നശിപ്പിക്കുന്നതിന് മുൻപ് യഹോവയുടെ തോട്ടം പോലെ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ തോട്ടം പോലെ ഇതിരുന്നു. ഇതെങ്ങനെയുള്ള സ്ഥലമായിരുന്നു? ദൈവത്തിൻ്റെ തോട്ടം പോലെ. ഈ സ്ഥലമാണ് ലോത്ത് എന്ത് ചെയ്തത്? തിരഞ്ഞെടുത്തത്. അബ്രഹാമാണ് ദൈവശബ്ദം കേട്ടിറങ്ങിയത്. പക്ഷേ ഏറ്റവും നല്ല ദേശം, ഏറ്റവും മേൽത്തരമായ ദേശം, ഫലപുഷ്ടിയുള്ള ദേശം, നീരൊഴുക്കുള്ള ദേശം തിരഞ്ഞെടുത്തത് ആരാണ്? ലോത്ത. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുള്ളൊരു ചിന്തയാണ്, കർത്താവേ, ഞങ്ങൾ ദൈവശബ്ദത്തിൻ്റെ അകത്ത് ഇറങ്ങി, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഇല്ലല്ലോ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയില്ലല്ലോ. ഞങ്ങളുടെ കൂടെ ഇറങ്ങിയ പലരും എന്തു ചെയ്തു? ഏറ്റവും നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവരൊരു ദേശമേ ലോത്ത് തിരഞ്ഞെടുത്തിട്ടുള്ളൂ. പക്ഷെ ദൈവം പറഞ്ഞത് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശമെന്നാണ് പറഞ്ഞത്. പക്ഷേ ദൈവം അവിടെ ആ ടോണിനെ ഒന്ന്, ആ വാക്കിനെ ഒന്ന് തിരുത്തുന്നുണ്ട്. നീ കാണുന്ന ദേശമൊക്കെയും. ഞാനത് പിന്നീട് പറയാം, ഞാനത് അങ്ങോട്ട് പ്രസംഗിച്ച് അങ്ങോട്ട് പോട്ടെ. ഞാനത് പിന്നീട് ആ കാര്യത്തെക്കുറിച്ച് ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യാം. അതിൻ്റെ താഴോട്ട് വായിച്ചേട്ടാ ആൻറ്റി. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. നീക്കി അടിച്ചു. ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, നോക്കുക, നീ കാണുന്ന ഭൂമിയൊക്കെയും നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ ശാശ്വതമായി തരുവെന്ന് ദൈവം ആരോട് പറയുകയാണ്? അബ്രഹാമിനോട് പറയുക. ആ വാക്യം പഠിക്കുമ്പോൾ 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, അബ്രഹാം തല താഴ്ത്തി നിൽക്കുന്നതായി അവിടെ കാണുവാൻ കഴിയുക. അബ്രഹാം എന്ത് ചെയ്യുകയാണ്? തല താഴ്ത്തി നിൽക്കുകയാണ്. ദൈവശബ്ദം കേട്ടിറങ്ങിയ അബ്രഹാം, ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ അകത്ത് യാത്ര തുടങ്ങിയ അബ്രഹാം, ലോത്ത് കൂടെ വന്നവൻ മേൽത്തരമായത് ഏറ്റവും പുഷ്ടിയുള്ള ദേശം തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ അബ്രഹാം തല താഴ്ത്തിപ്പിടിച്ചു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ, നീ തല താഴ്ത്തരുത്, നിന്റെ തല നീ ഉയർത്തി നോക്കുക. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ തല താഴാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ തല കുനിയുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. മനുഷ്യന്റെ മുൻപിൽ നിന്റെ തല താഴാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. അബ്രഹാമിനോട് ദൈവം പറയാ, അബ്രഹാമേ, നീ തല താഴ്ത്തേണ്ടവനല്ല. ഊരെന്ന പട്ടണത്തിന്റെ അകത്ത് നീ പാർത്തവനാണ്. ഊരെന്ന പട്ടണത്തിന്റെ അകത്ത് നിന്ന് ഞാനാണ് നിന്നെ വിളിച്ചു പുറത്തു കൊണ്ടുവന്നത്, ഞാനാണ് നിന്നെ പുറത്തെടുത്തത്. എങ്കിൽ നീ തല താഴ ഞാൻ അനുവദിക്കത്തില്ല. നിന്റെ തല നീ ഉയർത്തോ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, തല താഴ്ത്തിപ്പിടിച്ച ചില വിഷയത്തിന്റെ അകത്ത്, പിശാച് തല താഴ്ത്തിയ ചില മേഖലകൾക്കകത്ത് ഇന്ന് പകൽ
പരിശുദ്ധാത്മാവ് എന്നോട് വിളിച്ചു പറയാൻ പറയാ, തല താഴ്ത്തിയ ചില വിഷയങ്ങളെ ഇന്ന് പകൽ എന്റെ ദൈവം പരിഹരിക്കാൻ പോകുകയോ. ദൈവം പറയാ, നിന്റെ തല താഴേണ്ടവനല്ല നീ, നിന്റെ തല കുനിയേണ്ടവനല്ല നീ. നിന്റെ തല താഴാൻ ഞാൻ അനുവദിക്കത്തില്ല, നിന്റെ തല താഴാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇന്ന് പകൽ ആരോട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുക, ദൈവ ശബ്ദം കേട്ടിറങ്ങിയിട്ടോ നിന്റെ തല താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവ ശബ്ദം നിന്നോട് ഇടപെടുക, നിന്റെ തല താഴേണ്ടതല്ല. സോദോം ലോത്ത് തിരഞ്ഞെടുത്തോട്ടെ, സോദോം ലോത്ത് തിരഞ്ഞെടുത്തോട്ടെ. ദേശത്തെ ഏറ്റവും പുഷ്ടിയുള്ള സ്ഥലം അത് ലോത്ത് തിരഞ്ഞെടുത്തോട്ടെ. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം കേട്ടത് ലോത്തല്ല, ദൈവത്തിന്റെ വിളിച്ച വിളി കേട്ടത് ലോത്തല്ല. ദൈവിക ഇടപെടലുകൾ ഉണ്ടായത് ലോത്തിനല്ല, അത് അബ്രഹാമിനാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നീയാണോ ദൈവ ശബ്ദം കേട്ടത്? എടാ, ദൈവ ശബ്ദം കേട്ട നീ ഭയപ്പെടണ്ട, ദൈവ ശബ്ദം കേട്ട നീ ഭ്രമിക്കണ്ട, ദൈവ ശബ്ദം കേട്ട നീ തകരണ്ട. ഇന്ന് പകൽ അഭിഷേകം ചലിക്കട്ടെ, ഇന്ന് പകൽ അഭിഷേകം ചലിക്കട്ടെ. പൈശാചിക അജണ്ടകൾ പൊളിയട്ടെ, പിശാചിന്റെ കോട്ടകൾ. പിശാച് പറയാ, നിന്റെ തലയെ ഞാൻ കുനിക്കോ, നിന്റെ തലയെ ഞാൻ കുനിക്കോ. അവൻ പറയാ, നീ എന്തിനാ ഇറങ്ങിയത്? അബ്രഹാമേ, നീ എന്തിനാ ഇറങ്ങിയത്? ഊര് നിനക്ക് നല്ല ദേശമല്ലായിരുന്നു, നീ പട്ടണത്തിലല്ലേ പാർത്തത്, നീ എന്തിനാ ഇറങ്ങിയത്? അബ്രഹാമിനോട് പിശാച് പറയാം, അബ്രഹാമേ, നീ എന്തിനാ ദൈവശബ്ദം കേട്ടിറങ്ങിയത്? നീ എന്തിനാ ഇത്രയും ദൂരം നീ യാത്ര ചെയ്തത്? എന്തിനാ നീ ഈ കാര്യത്തിന് വേണ്ടി നിന്നത്? എന്തിനാ നീ ദൈവത്തെ അന്വേഷിച്ചത്? എന്തിനാ നീ ദൈവശബ്ദം കേട്ടത്? അതുകൊണ്ടല്ലേ ഇപ്പോൾ നീ തലകുനിക്കേണ്ടി വന്നത്? അതുകൊണ്ടല്ലേ നീ തല താഴ്ത്തേണ്ടി വന്നത്? അതുകൊണ്ടല്ലേ നിന്റെ സകലതും നഷ്ടമായത്? അതുകൊണ്ടല്ലേ നിന്റെ പട്ടണം നിനക്ക് നഷ്ടമായത്? ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നിന്റെ നഷ്ടമായതിനെ ഇരട്ടിയാ. ഇന്ന് പകൽ ആത്മാവ് ചിലതിനെ തുറക്കുകയാ, നഷ്ടമായതിന്. നിന്റെ ചിലത് നഷ്ടമായിട്ടുണ്ട്, നീ ചിന്തിച്ചോണം. മേൽത്തരമായത് എന്തോ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോയ. നീ ഇന്ന് വരെ കണ്ടിട്ടുള്ളതല്ല, ഇന്ന് വരെ നിനക്ക് വേണ്ടി വെളിപ്പെട്ടിട്ടുള്ളതല്ല, ഇന്ന് വരെ നീ അനുഭവിച്ചിട്ടുള്ളതല്ല, അതിലും ശ്രേഷ്ഠകരമായത് ദൈവം പറഞ്ഞില്ല. ഇന്ന സ്ഥലത്തോട്ട് നീ പോകാ, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇന്ന് വരെ ആർക്കും അനുഭവിക്കാൻ കഴിയാത്തത്, ഇന്ന് വരെ ആരും അനുഭവിച്ചിട്ടില്ലാത്തത്, ഏറ്റവും ശ്രേഷ്ഠകരമായത് ഒന്ന് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക. ലോത്ത് സോദോം തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ അബ്രഹാം കണ്ണുകൊണ്ട് കണ്ടതിൽ ഏറ്റവും മനോഹരമായ ദേശം സോദോമാ. ആ വാക്യം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. സോദോമിനെ ദൈവം നശിപ്പിക്കുന്നതിന് മുൻപേ അത് യഹോവയുടെ തോട്ടം പോലെ ഇരുന്നു. ദൈവത്തിൻ്റെ തോട്ടം പോലെ ഇരുന്ന സ്ഥലം ആര് തിരഞ്ഞെടുത്തു? ലോത്ത്. അതുകൊണ്ടാണ് അവൻ തല താഴ്ത്തിപ്പോയത്. അബ്രഹാം ചിലപ്പോൾ ഊരിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അബ്രഹാം പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാ ഇറങ്ങിയത്. ഇവൻ വഴിയെ യാത്ര ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുടെ പട്ടണം കളഞ്ഞിട്ട് നീ എങ്ങോട്ടാ പോകുന്നേ? എടാ, ഊരൊരു നല്ല പട്ടണമല്ലേ? നിന്റെ അപ്പൻ ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരനല്ലേ? ഏറ്റവും സമ്പത്തുള്ള കുടുംബത്തിലല്ലേ നീ ജീവിച്ചുകൊണ്ടിരുന്നത്? നീ എന്തിനാ ഇവിടം വിട്ട് ഇറങ്ങിപ്പോകുന്നത്? നീ എങ്ങോട്ടാ യാത്ര ചെയ്യുന്നത്? ഈ ചോദ്യങ്ങളുടെ മുൻപിൽ ഇവൻ യാത്ര ചെയ്തവനാ. ഈ ചോദ്യങ്ങൾ കേട്ടപ്പോൾ അവൻ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു, ഒരു സ്ഥലം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്.
ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോയാ മതി എന്നുള്ള ശബ്ദത്തെ മുറുകെ പിടിച്ചവൻ യാത്ര ചെയ്തത്. പക്ഷെ അവൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സമൃദ്ധി സോദോമിൽ കണ്ടപ്പോ അവൻ ചിന്തിച്ചു, ഇതാ ദൈവത്തിന്റെ പദ്ധതി. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി സോദോമല്ല. നീ കാണുമ്പോൾ ഇമ്പമുള്ളതല്ല, നീ കാണുമ്പോൾ മനോഹരത്വമുള്ളതല്ല. ആ ദേശത്തെക്കുറിച്ച് വചനം എഴുതിയിരിക്കുക, അവിടെ ക്രൂരന്മാരും യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്തവന്മാരും ദൈവത്തിന് വിരോധമായി ചിന്തിക്കുന്നവരും പാർക്കുന്ന ദേശം. ഇന്ന് പകൽ ഈ സ്ഥലത്തെ കണ്ടുകൊണ്ട് നിന്റെ തല കുനിയരുത്. ഈ ലോകത്തിലെ മ്ലേച്ഛകരമായിരിക്കുന്ന അനുഭവങ്ങളെ കണ്ട് നിന്റെ തല കുനിയരുത്. ദൈവം നിനക്കൊരുക്കിയിരിക്കുന്നത് ഇതല്ല, ഇതല്ല. ദൈവം നിനക്ക് തുറന്നിരിക്കുന്നത് ഇതല്ല. ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ഇതല്ല. അവൻ നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായത്. അവൻ നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശമത്രേ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ, അബ്രഹാമേ, നിന്റെ തല ഉയർത്തി നീ എന്ത് ചെയ്യുക? നോക്ക്. നീ തല താഴ്ത്തി പിടിക്കാതെ, നീ തല കുനിച്ച് നിൽക്കാതെ, വിഷയത്തിൻ്റെ അകത്ത് നീ തല കുനിച്ച് നിൽക്കാതെ, നീ തലയൊന്ന് ഉയർത്തി നോക്കിക്കേ. നീ ഉയർത്തിയൊന്ന് നോക്കിക്കേ. നീ കാണുന്ന ദേശമെല്ലാം എന്ത് സിമ്പിളായ ഒരു നടപടി. നീ കണ്ടാ മതി. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാക്യത്തെ തൊട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനൊരു പദം പറഞ്ഞു. അബ്രഹാമിനോട് പറയാം, നീ സ്ഥലമൊക്കെ എന്ത് ചെയ്താൽ മതി? കണ്ടാൽ മതി. ഇതിൻ്റെ എഴുത്തും അളവുമല്ല ഞാനാ. നിങ്ങൾക്ക് മനസ്സിലായോ? അബ്രഹാമിനോട് പറഞ്ഞില്ല നീ കുറ്റി മാറ്റി അടിക്ക് അബ്രഹാമേ എന്നല്ല പറഞ്ഞത്. നീ അതിർത്തി നിരൂപിക്കാനല്ല ദൈവം അവനോട് പറഞ്ഞത്. നീ ബൗണ്ടറി കെട്ടാനല്ല ദൈവം പറഞ്ഞത്. നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്ന ദേശം മുഴുവനും ഏതെങ്കിലും ഒരു സ്ഥലമല്ല, സോദോം മാത്രമല്ല. ഇനി അബ്രഹാം സോദോമിനെ നോക്കിയാലും അതും ഇവന്റെ വാഗ്ദത്തമാ. എന്നാൽ ലോത്ത് മാനുഷികമായ ഇതിനെല്ലാം തിരഞ്ഞെടുത്തത്. പക്ഷേ അബ്രഹാം കാണുന്ന ദേശം, അവൻ കാണുന്ന ദേശം, അവൻ കാണുന്ന ദേശം അവനു മാത്രമല്ല, അവനും അവന്റെ സന്തതിക്കോ. അവന് കൊണ്ട് അബ്രഹാം കൊണ്ട് തീരുകയല്ല, അബ്രഹാം കൊണ്ട് തീരുകയല്ല, അവനും അവന്റെ സന്തതിക്കോ അത് ശാശ്വതമായി. ഇന്ന് പകൽ ആരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ? പിശാച് അപകരിച്ചു വച്ചിരിക്കുന്നതിന് ദൈവം നിനക്കും നിന്റെ സന്തതിക്കോ അവനത് ശാശ്വതമായി തരാൻ പോകുകയോ. ഇന്ന് പകൽ പൈശാചിക അജണ്ടകൾ പൊളിയട്ടെ. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. ദൈവം പറയാണ്, ഞാനതൊന്ന് പറഞ്ഞു കഴിഞ്ഞു തനിയാവർത്തനം എങ്കിലും ഒന്നും കൂടെ ഞാനവിടെ പറയുക. ദൈവം വീണ്ടും പറയാണ്, അബ്രഹാമേ, നീ കുറ്റി മാറ്റി അടിക്കുക, നിനക്കിഷ്ടമുള്ള ദേശമെല്ലാം നീ ബൗണ്ടറി കെട്ടിത്തിരിക്കുക എന്നല്ല പറഞ്ഞത്. നീ കാണുന്ന ദേശം മുഴുവനും, നീ എവിടെയൊക്കെ നിന്റെ കണ്ണുകൊണ്ട് കാണുന്നു അവിടെയെല്ലാം നിനക്ക് മാത്രമല്ല നിന്റെ സന്തതിക്കും കൂടെ. ആ വാക്യം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. ആൻറ്റി എവിടെ ഒന്ന് വായിക്കാമോ? ആ കണ്ടോ, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഒരു ചിന്തകൻ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന, അന്ന് അബ്രഹാമിൻ്റെ മേൽ ഭൂമിയുടെ ആധാരത്തെ ദൈവം തീരെഴുതിയെന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ? അന്ന് അവൻ്റെ പേൽ ഈ ഭൂമിയുടെ തീർപ്പ് കൽപ്പിച്ചു. അബ്രഹാമിനോട് പറയാം, നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി എന്ന് വെച്ചാൽ വേറൊരുത്തന് അവകാശമില്ലാത്തതുപോലെ, വേറൊരുത്തന് അവകാശം പറയാനില്ലാത്തതുപോലെ ദൈവം അതിനെ തുറക്കുകയാ. ഇന്ന് പകൽ ടീച്ചറെ അങ്ങനെ ഒരു വിടുതൽ അവിടെ സംഭവിക്കാൻ പോകുക. വേറൊരുത്തനും അവകാശമില്ലാത്തതുപോലെ, വേറൊരുത്തന് അവകാശം പറയാനില്ലാത്തതുപോലെ നിനക്ക് വേണ്ടി ദൈവം ചിലതിനെ വേർതിരിക്കുകയാ. ചില മണ്ണിനോട് വ്യാപരിക്കുന്ന വ്യാപാരങ്ങൾ
ഇന്ന് പകൽ ആത്മാവിൽ അത് പൊളിയട്ടെ. ഇന്ന് പകൽ ആധിപത്യം പറയുന്നത്, അവകാശം പറയുന്നത്, ഇന്ന് പകൽ ആത്മാവിൽ ആ കുരുക്കുകളെ ഞങ്ങൾ പൊട്ടിച്ചു കളയോ. ഇവൻ തല ഉയർത്തി നോക്കിയപ്പോ, ഇവൻ തല പൊക്കി നോക്കിയപ്പോ, തല ഉയർത്തി നോക്കിയപ്പോ അബ്രഹാം ചിന്തിക്കുകയാണ്, ലോത്ത് പറയുകയാണ്, ഇവൻ എന്ത് ചെയ്യാണ്? തല താഴ്ത്തി നിൽക്കുക. ദൈവം തല ഉയർത്തി നോക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ നോക്കിയ ദേശം മുഴുവൻ ഇവന് കിട്ടുക. ലോത്ത് ചിന്തിച്ചു, മനുഷ്യർ ചിന്തിച്ചു, ഇവിടം കൊണ്ട് തീർന്നു, ഇവിടം കൊണ്ട് അവസാനിച്ചു, ഇവിടം കൊണ്ട് തീർന്നു, ഇനിയില്ല. അബ്രഹാമിൻ്റെ യാത്ര അവസാനിച്ചു. അബ്രഹാം തീർന്നു. അബ്രഹാമിന് ഇനി ഒരു നന്മയും കാണാൻ കഴിയത്തില്ല. അവനിങ്ങനെ കൂടാരം മാറ്റി അടിച്ചടിച്ചവൻ ജീവിക്കത്തേയുള്ളൂ. പക്ഷെ ദൈവം അവനോട് പറയാ, നിനക്കും നിൻ്റെ സന്തതിക്കും ഞാൻ ശാശ്വതമായി തരാൻ പോകുക. നിനക്കും നിൻ്റെ സന്തതിക്കും ഞാൻ ശാശ്വതമായി തരാൻ പോകുക. നിന്റെ സന്തതി അത് അനുഭവിക്കാൻ പോകുക. നീ കൊണ്ട് തീരുന്നതല്ല അബ്രഹാമേ, നീ കൊണ്ട് അവസാനിക്കുന്നതല്ല. നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി പാർക്കാൻ ഈ ഭൂമിയെ ഞാൻ കൈമാറുകയാ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവം ചിലതിനെ നിനക്ക് വേണ്ടി തുറന്നു കഴിഞ്ഞ അതിന് അവകാശികൾ ആരുമില്ല, അതിനെതിർക്കുവാൻ ഒരു മനുഷ്യനുമില്ല, അതിന് അവകാശം പറയാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവം ചിലത് നിനക്ക് വേണ്ടി ഇന്ന് വരെ ആർക്കും ചെയ്യാത്തത്, ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്തത് ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയോ. ഈ അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ ഒരു ദൈവ അന്വേഷകനായിരുന്നു. അവൻ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ചരിത്രം അങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അബ്രഹാം ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ അപ്പൻ്റെ ജോലി, അവൻ്റെ കുഴത്തൊഴിൽ എന്ന് പറയുന്നത് അവൻ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നതാണ്. ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുകയും പലയിടങ്ങളിൽ നിന്നും പലർ വന്ന് ഈ വിഗ്രഹങ്ങളെ മേടിച്ചു കൊണ്ടുപോയി അവർ ദൈവമായി ആരാധിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ചിന്തയ്ക്കകത്തൊരു, അവൻ്റെ മനസ്സിൻ്റെ അകത്തൊരു ചിന്തയുണ്ടാകുകയാണ്, എൻ്റെ അപ്പൻ്റെ കൈകളാൽ ഉണ്ടാക്കുന്ന ഈ വിഗ്രഹങ്ങളാണോ ദൈവം എന്നുള്ള ചിന്ത അവനെ ഭയങ്കരമായി ഭരിച്ചു കൊണ്ടിരുന്നു. ദൈവം ആരെന്ന് അവൻ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ദൈവശബ്ദം അവൻ കേൾക്കാനിടയായി. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ശബ്ദം നീ കേട്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ നീ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ശബ്ദത്തിൻ്റെ അകത്ത് നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ശബ്ദത്തിൻ്റെ അകത്ത് നീ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൻ നിന്നോട് എന്തെങ്കിലും വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റമില്ല. അത് നിന്റെ മേൽ തുറക്കുക തന്നെ ചെയ്യോ. ദൈവം പറഞ്ഞ, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്ര ചെയ്യാനാ പറഞ്ഞത്. അവിടെ ദൈവം ആ ദൂതിനെ, ആ ശബ്ദത്തെ ഒന്ന് തിരിക്കുകയാണ്. തല താഴ്ന്നപ്പോൾ, ദൈവശബ്ദത്തിൻ്റെ അകത്തിറങ്ങിയ അബ്രഹാമിൻ്റെ തല താഴ്ന്നപ്പോൾ ദൈവം ആ പ്ലാനെ, പദ്ധതി ഒന്ന് തിരിച്ചു. ദൈവം പറയുക, നീ കാണുന്ന ദേശം കണ്ടോ. അതുവരെ പറഞ്ഞതിനാണ്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം, ഞാൻ നിന്നെ കാണിക്കുന്ന ദേശമാണ് നിനക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്, ഞാൻ തരുന്നത്. അവിടെയാണ് നീ പാർക്കേണ്ടത്. പക്ഷെ ദൈവം തല താഴ്ന്നു കഴിഞ്ഞപ്പം ദൈവം പദ്ധതിയെ മാറ്റുകയാണ്. ദൈവശബ്ദത്തിൻ്റെ അകത്തിറങ്ങിയ അബ്രഹാമിന് വേണ്ടി പദ്ധതിയെ ദൈവം ഒന്ന് ചേഞ്ച് ചെയ്യുക. അബ്രഹാമിനോട് പറഞ്ഞു, നീ കാണുന്ന ദേശം ഞാൻ നിനക്ക് വേണ്ടി തരാൻ പോകുക. എവിടെയെങ്കിലും നിന്റെ തല താഴ്ന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ ചിന്തിച്ചോണോ, ദൈവം ഏറ്റവും മഹത്തരമായത്, ഏറ്റവും ശ്രേഷ്ഠകരമായത്, ഇന്ന് പല ആർക്കും ചിന്തിക്കാൻ കഴിയാത്തതിനും അപ്പുറമായത് ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ആ ദൂതിനെ ഇവിടെ ഡിക്ലെയർ ചെയ്യുക. ദൈവം അത് നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയോ. ഓ റബാദര ഹസ്ബരാദര ഹംദർ പ്രഭാതികടഗസിയ.
ദൈവം പറയാം, നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ ശാശ്വതമായി ഈ ഭൂമിയെ ഞാൻ തരും. ഇവൻ ഇവിടെ പാർക്കുമ്പോൾ ഇവന് സന്തതി എന്തില്ല? ഇല്ല. വാഗ്ദത്ത സന്തതി ഇവനില്ല. അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോഴോ 15-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയും, അബ്രഹാം വലിയ സമ്പന്നനായി മാറി. അവൻ എവിടെ പാർക്കുകയാണ്? അവൻ മമ്രയുടെ തോപ്പിൽ പാർക്കുകയാണ്. അബ്രഹാം അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും അവൻ്റെ മേൽ വെളിപ്പെട്ടിട്ടും ഇന്ന് വരെ അവൻ്റെ മേൽ വെളിപ്പെടാത്ത ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ അതെന്താണ്? തലമുറകൾ ഇന്ന് വരെ അബ്രഹാമിനായിട്ടില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്ത സന്തതി ഇന്ന് വരെ അബ്രഹാമിന് ജനിക്കപ്പെട്ടിട്ടില്ല. ഒരു ദിവസം ദൈവത്തിൻ്റെ ശബ്ദം അവനോട് ഇടപെടുകയാണ്. അബ്രഹാമെ, ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം ഞാൻ നിനക്ക് വേണ്ടി പൂർത്തീകരിക്കുവാൻ പോകുകയാണ്. അവർ മമ്രയുടെ തോപ്പിൽ പാർക്കുമ്പോൾ ഒരു ദിവസം 3 ദൈവപുരുഷന്മാർ അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് വന്നു കയറിയിട്ട് അബ്രഹാമിനോടും അവൻ്റെ ഭാര്യയായിരിക്കുന്ന സാറയോടും പറയുകയാണ്, അടുത്ത ആണ്ടിൽ ഞങ്ങൾ വരുമ്പോൾ നീ ഒരു തലമുറ അണച്ചുകൊള്ളും. പ്രൈസലോ. ദൈവത്തിൻ്റെ ഇടപെടലുകൾ പിന്നെയും അബ്രഹാമിനോട് സംസാരിച്ചു തുടങ്ങിയ അവിടെ കാണുകയാണ്. 12-ാമത്തെ അധ്യായത്തിൻ്റെ അകത്ത് ദൈവം അബ്രഹാമിനോട് ഇറങ്ങാൻ പറഞ്ഞതിന് ശേഷം പിന്നെ ദൈവം അബ്രഹാമിനോട് എന്ത് ചെയ്തിട്ടില്ല? സംസാരിച്ചിട്ടില്ല. ദൈവം പറഞ്ഞ, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിന്റെ ചാർച്ചക്കാരെ പൃഥുഭവനത്തെ വിട്ട് നീ യാത്ര ചെയ്യാൻ പറഞ്ഞു. അവൻ്റെ കൂടെ ലോത്തിനെ കൂട്ടിയതിൽ പിന്നെ ദൈവം എന്ത് ചെയ്തില്ല? അബ്രഹാമിനോട് സംസാരിച്ചിട്ടേ ഇല്ല. ലോത്ത് അവനെ എപ്പം വിട്ടു പിരിഞ്ഞോ അപ്പോൾ അവൻ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങി. ദൈവശബ്ദം അവൻ കേട്ടു യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠകരമായ വാഗ്ദത്തം ഇതുവരെയും അവൻ്റെ മേൽ നിറവേറിയിട്ടില്ല. അവർ മമ്രയുടെ തോപ്പിൽ അവർ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ പുരുഷന്മാർ അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ, അടുത്ത ആണ്ടിൽ നീ ഒരു തലമുറ അണയ്ക്കും. ആമേൻ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവശബ്ദം കേട്ടിറങ്ങിയിട്ട് ദൈവത്തിന്റെ ഇടപെടൽ നിനക്ക് വീണ്ടും ഇല്ലെങ്കിൽ നീ ചിന്തിച്ചോ, നീ ഇറങ്ങിയത് ശരിയാ, പക്ഷെ എന്തോ നിന്റെ കൂടെയുണ്ട്. ദൈവത്തിന് ഇടപെടാൻ കഴിയാത്തതെന്തോ നിന്റെ കൂടെയുണ്ട്. ദൈവം പറയുക, അബ്രഹാമേ, അടുത്ത ആണ്ടിൽ നിന്നോട് പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠകരമായത് നിന്റെ ലൈഫിന്റെ അകത്ത് നീ ആഗ്രഹിക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയോ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവം പറഞ്ഞത് പലതും നിനക്ക് ലഭിച്ചിട്ട് നീ ദൈവത്തോട് എന്നും ചോദിക്കുന്നത് നിനക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഇന്ന് പകൽ നീ തിരിച്ചറിയണം, മഹത്വം നിനക്ക് വേണ്ടി ചലിക്കാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠകരമായത് നിനക്ക് വേണ്ടി വെളിപ്പെടാൻ ഒരു സമയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും ശ്രേഷ്ഠകരമായത് നിനക്ക് വെളിപ്പെടാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. നിന്നെ നിന്ദിക്കുന്നവരുടെ മുൻപിൽ നിന്റെ തല താഴരുത്. നിന്നെ താഴ്ത്തിക്കെട്ടുന്നവന്റെ മുൻപിൽ നിന്റെ തല താഴരുത്. നിന്നെ അപമാനിക്കുന്നവന്റെ മുൻപിൽ നിന്റെ തല താഴരുത്. നീ തലയെ ഉയർത്തുക. മനുഷ്യന്റെ മുൻപിൽ മാനിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സകലരും പറയുക, നീ ദൈവശബ്ദം കേട്ടിറങ്ങിയതല്ലേ? എന്താ നിനക്കൊരു തലമുറയില്ലാത്തത്? നീ ദൈവശബ്ദം കേട്ടിറങ്ങിയതല്ലേ? എന്താ നിന്റെ തലമുറ നശിച്ചു പോയത്? നീ ദൈവശബ്ദം കേട്ടിറങ്ങിയതല്ലേ? എന്താ നിന്റെ തലമുറയ്ക്കൊരു ഉയർച്ചയില്ലാത്തത്? ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, അവനൊരു സമയം നിന്റെ തലമുറയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ അത് വെളിപ്പെടുക തന്നെ ചെയ്യും. ദൈവം 18-ാമത്തെ അധ്യായത്തിൻ്റെ അകത്ത് അബ്രഹാമിനോട് പറയുക, നിനക്കൊരു സന്തതിയെ ഞാൻ തരും. നീണ്ട വർഷങ്ങൾ കാത്തിരുന്നിട്ടും ഈ സന്തതി അവനുണ്ടായില്ല. അബ്രഹാമിൻ്റെ പ്രായത്തെക്കുറിച്ച് അവിടെ പറയുന്നു, 99 വയസ്സ് അബ്രഹാമിനും 89 വയസ്സ് സാറയ്ക്കും പ്രായമായി. മെഡിക്കൽ സയൻസ് പറയുന്നു, ഇനി ഒരു സന്തതി ഇവർക്കുണ്ടാകാൻ സാധ്യതയില്ല. ഇനിയൊരു സന്തതി ഇവർക്കുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം പറയുക, അടുത്ത ആണ്ടിൽ നിനക്കൊരു സന്തതി ഉണ്ടാകോ. ഓ ഹാലോ. നിയമങ്ങൾ നിനക്കെതിരായിരിക്കാം, സാഹചര്യങ്ങൾ നിനക്കെതിരായിരിക്കാം, പക്ഷെ ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ.
ആമേൻ. ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ നിന്റെ മേൽ വെളിപ്പെടാൻ പോകുക. ദൈവം നിന്നോട് എന്തെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, അത് ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയോ. ഞാൻ കഴിഞ്ഞ സൺഡേ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൻ്റെ ശബ്ദം ദൈവത്തെ പോലെ തന്നെ എന്താണ് വലുതാ. ദൈവം പറയുന്നതിന് മാറ്റം ഉണ്ടാകത്തില്ല. ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിക്കപ്പെടും. ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ വെളിപ്പെടും. ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ നിവർത്തീകരിക്കപ്പെടും. യഹോവ പറയും, അടുത്ത ആണ്ടിൽ അത് അതുപോലെ തന്നെ സംഭവിക്കും. അബ്രഹാം പറയാ, ഇത് സംഭവിക്കുവാൻ സാധ്യതയില്ല. സാറ പറയും, ഇത് സംഭവിക്കുവാൻ സാധ്യതയില്ല. എൻ്റെ ഗർഭപാത്രം നിർജീവമായി പോയി, എനിക്ക് പ്രായം അധികമായി പോയി, എൻ്റെ പതിവ് നിന്നുപോയി, ഇനിയും ഒരു കുഞ്ഞിനെ എനിക്ക് ജനനം കൊടുക്കുവാൻ എനിക്ക് കഴിയത്തില്ല. അബ്രഹാം പറയും, എനിക്ക് 99 വയസ്സായി, ഇനിയൊരു സാധ്യത ഇല്ല, ഞങ്ങൾക്കിനി ഒരു കുഞ്ഞുണ്ടാകത്തില്ല. പക്ഷെ ദൈവം പറയാം, നീ വിശ്വസിക്കുന്നുവെങ്കിൽ അബ്രഹാമെ, അടുത്ത ആണ്ടിൽ ഞങ്ങൾ വരുമ്പോ, അതിതേ സമയത്ത് ഞങ്ങൾ വരുമ്പോ നിന്റെ കരത്തിലൊരു തലമുറയുണ്ടാകോ. ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയട്ടെ, നിന്നോട് ദൈവം പറഞ്ഞ ദൂത് എന്താണോ അതിനെ നീ വിശ്വസിക്കൂ. ഇന്ന് പകൽ ദൈവശബ്ദത്തെ നീ മുറുകെ പിടിച്ച നീ അത്ഭുതം കാണും. കർത്താവിൻ്റെ ദാസൻ സേതു പാസ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദാസനോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്കാണ്. ഞാൻ പറഞ്ഞാൽ, ഞാൻ എന്നെ വാക്തത്വം കേട്ടാലും അതിനെ അതുപോലെ അങ്ങ് പിടിക്കും. നേരത്തെയൊക്കെ ഞാൻ ഒത്തിരി മണിക്കൂറുകൾ പ്രാർത്ഥിക്കും, പക്ഷേ ഇപ്പോൾ അത്ര മണിക്കൂറുകൾ പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ഒരു ദൂത് കിട്ടിയ അതിനെ ഞാൻ അതുപോലെ അങ്ങ് പിടിക്കും, അതുപോലെ അങ്ങ് വിശ്വസിക്കും. അഭിഷക്തൻ ആത്മാവിൽ ദൈവശബ്ദത്തെ കൈമാറിയപ്പോൾ അതിനെ കയറി പിടിച്ചപ്പം ദൈവം അതിനെ തുറന്നു. കർത്താവിൻ്റെ ദാസന് ചുമ്മാ തോന്നിയിട്ട് പറഞ്ഞതല്ല, തന്നോട് ദൈവം സംസാരിച്ചപ്പോൾ താൻ പറഞ്ഞതാ. ഞാനത് സേതുപാസ് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടല്ല ആ ദൂതനെ ഞാൻ പിടിച്ചത്, ദൈവം അധോഹത്തിൽ കൂടെ സംസാരിച്ചെന്നുള്ള ഉറപ്പിലാണ്. ഞാൻ ഇന്ന് പകൽ പറയട്ടെ, ദൈവം എന്തെങ്കിലും നമുക്ക് തരുമെന്ന് പറഞ്ഞത് തന്നിരിക്കും. പകൽ ഞാൻ പറയട്ടെ, ദൈവശബ്ദത്തെ നമ്മൾ പിടിച്ചു തുടങ്ങിയ ദൈവം അത് തുറക്കും. എന്താണോ ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്നത്, ദൈവം അത് നിനക്ക് വേണ്ടി തുറക്കുക തന്നെ ചെയ്യും. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുക, ദൈവം അത് എനിക്ക് വേണ്ടി തുറന്നിരിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഞാനൊരു കാറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പാഷ പറയാം, അതും ദൈവം തുറന്നിരിക്കുക. ഇന്ന് പകൽ ഞാൻ ആ ദൂതിനെ, അത് നമ്മുടെ എല്ലാ കുടുംബത്തിൻ്റെ അകത്തും ദൈവം അതിനെ തുറക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഇന്ന് പകൽ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ ഞാൻ അഭിഷേകത്തിൽ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവം പറഞ്ഞു സാധ്യതയില്ല, പക്ഷേ അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാം എന്ത് ചെയ്തു? വിശ്വസിച്ചു. ഞാൻ ഈ പുസ്തകത്തിൻ്റെ അകത്ത് നിന്ന് പ്രസംഗിച്ചു പോലെ, എങ്കിലും ഇന്ന് പകൽ ആ സന്ദേശം കേൾക്കാത്ത പല ആൾക്കാരുമുണ്ടെങ്കിലും അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കിനെ ഇവിടെ നിർത്തുകയാണ്. 18-ാമത്തെ അധ്യായത്തിൻ്റെ അകത്ത് അബ്രഹാം പറയുകയാണ്, സാറായി പറയുകയാണ്, എൻ്റെ ത്വക്കെന്ത് ചെയ്താണ്? ചുളുങ്ങിയതാണ്, എൻ്റെ ശരീരം നിർജീവമായി മാറിയതാണ്, ഒരു കുഞ്ഞിനെ അണയ്ക്കുവാൻ, ഉദരത്തിൽ ഇനിയും ഗർഭം ധരിക്കുവാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷെ 20-ാമത്തെ അധ്യായത്തിൻ്റെ അകത്ത് അവിടെ കാണുന്നു, അബിമേലെക്ക് രാജാവ് ആരെ മോഹിച്ചു? സാറയെ മോഹിച്ചു. അവളെ ഭാര്യയാക്കി എടുക്കേണ്ടതിന് വേണ്ടി എന്തു ചെയ്തു? അവളെ പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി. പ്രായം ചെന്ന, ത്വക്ക് ചുളുങ്ങിയ 89 വയസ്സുള്ള ഒരു വൃദ്ധയെ ഒരിക്കലും ഒരു രാജാവ് എന്തു ചെയ്യത്തില്ല? അവളുടെ ഭാര്യയാക്കി എടുക്കുവാൻ ആഗ്രഹിക്കത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, ആ ദൈവ ശബ്ദത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവിടെ ശരീരത്തിൻ്റെ ഘടനകളെ മാറ്റി. എന്ന് വെച്ചാൽ അവിടെ ഉദരത്തിൻ്റെ അകത്തൊരു തലമുറ വളരേണ്ടതിന് അവിടെ ശരീരത്തിൻ്റെ ഘടനകളെ മാറ്റി ഒരു ബാലകയുടെ ശരീരമാക്കി മാറ്റി.
ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയട്ടെ, ദൈവ ശബ്ദം നിന്നോട് ഇടപെട്ട, ദൈവത്തിന്റെ ശബ്ദം നീ കേട്ട, ദൈവത്തിന്റെ ഇടപെടലുകൾ നിനക്കുണ്ടായ, നീ ചിന്തിക്കും എനിക്ക് എൻ്റെ കുടുംബത്തിന്, എൻ്റെ തലമുറയ്ക്ക് ഇത് വെളിപ്പെടത്തില്ല, ഇത് പ്രാപിക്കുവാൻ കഴിയത്തില്ല, അതിനുള്ള യോഗ്യത എനിക്കില്ല, അതിനുള്ള ഒന്നും എൻ്റെ മേലില്ല. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നീ ആ ദൈവ ശബ്ദത്തെ പിടിച്ചോ, നിന്റെ സാഹചര്യങ്ങളെ അവൻ മാറ്റോ. ആമേൻ. നമ്മളൊരു ദൂത് കേട്ടാൽ ഇത് എൻ്റെ മേൽ വെളിപ്പെടാൻ എന്തെങ്കിലും സാഹചര്യമുണ്ടോ, സാധ്യതയുണ്ടോന്നാ നമ്മൾ അന്വേഷിക്കുന്നത്. ഒരു വണ്ടി ലഭിക്കുമെന്ന് വെച്ചാൽ ഇതിൻ്റെ എങ്ങനെ EMI അടയ്ക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവമാണോ നിനക്ക് തരാമെന്ന് പറഞ്ഞത്? ദൈവമാണോ നിനക്ക് വേണ്ടി തുറക്കുമെന്ന് പറഞ്ഞത്? അവനത് അത്ഭുതകരമായി ചെയ്യോ. ഇന്ന് വരെ ഉലകം കണ്ടിട്ടില്ലാത്ത ഒരു ദൈവിക പ്രവൃത്തി സാറയുടെ മേൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി അത് ചെയ്യാ എന്റെ ദൈവ ശബ്ദനാണ്. മെഡിക്കൽ സയൻസ് പറയാ, സാറേ നിനക്ക് ഗർഭം ധരിക്കാൻ കഴിയത്തില്ല. മെഡിക്കൽ സയൻസ് പറയാ, സാറേ ഇനിയും നീ ഗർഭം ധരിക്കത്തില്ല, ഒരു കുഞ്ഞിനെ നിനക്ക് ഉദരത്തിൽ വഹിക്കാൻ കഴിയത്തില്ല, പ്രായം കഴിഞ്ഞുപോയി, നിന്റെ ത്വക്ക് ചുളുങ്ങിപ്പോയി, നിന്റെ ഗർഭപാത്രം നിർജീവമായി പോയി. പക്ഷെ ദൈവ ശബ്ദം ഇടപെട്ടപ്പോ, അതിനെ വിശ്വസിച്ചു കഴിഞ്ഞപ്പോ അവന്റെ ശരീരത്തിന്റെ ഘടനകള് ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ശബ്ദത്തെ പിടിച്ച സമാദരാധിയ ദൈവത്തിന്റെ ശബ്ദത്തെ അവൾ പിടിച്ചു കഴിഞ്ഞപ്പോ ദൈവം അവളുടെ ശരീരത്തിന്റെ ഘടനകളെ മാറ്റി. അഭിമലേക്ക് രാജാവ് അവളെ മോഹിച്ച് അവളെ പിടിച്ചു കൊണ്ടുപോയി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുക. ദൈവം ഇടപെടുകയാ. അവൾ മറ്റൊരാളുടെ ഭാര്യയായിരിക്കുന്നു. അബ്രഹാമിനോട് രാജാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ എന്തുകൊണ്ട് ഇത് മറച്ചു വെച്ചിരുന്നു? ഒരു രാജ്യത്ത് രാജകുമാരിയെക്കാളും റാണിയെക്കാളും ഒരാൾക്ക് സൗന്ദര്യമുള്ള ഒരു പെണ്ണുണ്ടെങ്കിൽ, മറ്റൊരുത്തൻ്റെ ഭാര്യയാണെങ്കിൽ അവനെ കൊന്നുകളയുവാൻ നിയമം പുറപ്പെടുവിച്ചിരിക്കുന്നുണ്ട്. അബ്രഹാം പറയും, ഇവളെൻ്റെ പെങ്ങളെന്ന് അവനോട് പറയുക. പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദം പറയുക, നീ അവളെ തൊട്ട, നീ അവളെ അശുദ്ധമാക്കിയ, നിന്റെ തലയെ ഞാൻ വെട്ടു, നിന്റെ രാജ്യഭരണത്തെ ഞാൻ ഇളക്കോ, നിന്റെ സിംഹാസനത്തെ ഞാൻ പൊളിക്കോ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവ ശബ്ദത്തിന്റെ അകത്ത് മൂവ് ചെയ്യുന്ന, ദൈവ ശബ്ദത്തിന്റെ അകത്ത് യാത്ര ചെയ്യുന്ന, നിന്നെ ഒതുക്കോ, നിന്നെ തകർക്കോ, നിന്നെ പരാജയപ്പെടുത്തോ ഒരു ശക്തിക്കും കഴിയത്തില്ല, ദൈവം അനുവദിക്കത്തില്ല. അവൻ മമ്രയുടെ തോപ്പിൽ നിന്ന് തെക്കേ ദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ദൈവം പറഞ്ഞ വാഗ്ദത്തം പോലെ അവൻ ദേശങ്ങളെ വെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുക. 21-ാമത്തെ അധ്യായം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, അനന്തരം യഹോവ അരുളി ചെയ്തത് അവന്റെ മേൽ അവൻ നിവർത്തിയാക്കി. അബ്രഹാമിനോടും സാറയോടും ദൈവം പറഞ്ഞ വാഗ്ദത്തം അവരുടെ മേൽ ദൈവം കൈമാറിയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവ ശബ്ദം കേട്ടിറങ്ങിയ, ദൈവത്തിന്റെ ഇടപെടലുകൾക്കകത്തിറങ്ങിയ, ദൈവത്തിന്റെ മഹത്വത്തെ ചലിപ്പിക്കുന്ന നിന്റെ തല താഴുക, നീ അപമാനിക്കപ്പെടാ, എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലയെ ഉയർത്തുന്നവനാണ്. ഉടരബലഘടക ശന്തര പ്രവാദിയ അബ്രഹാമിനോട് പറയാ, നിന്റെ തല താഴ്ന്നുപോയല്ലോ, നീ ദൈവ ശബ്ദം കേട്ടിറങ്ങിയട്ടോ, നിന്റെ തല താഴ്ന്നുപോയല്ലോ. ദൈവം പറയാ, അബ്രഹാമേ നീ തല ഉയർത്തോ, ഇനി ഒരിടത്തും നിന്റെ തല താഴാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഒരിടത്തും നിന്റെ തല താഴാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഒരിടത്തും നിന്റെ തല താഴാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇന്ന് പകൽ ആത്മാവിൽ പറയട്ടെ, നിന്റെ തലയെ താഴ്ത്തിയ ചില വിഷയങ്ങൾക്കകത്ത് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അഭിഷേകം ചലിക്കട്ടെ, അഭിഷേകം ഇന്ന് പകൽ ചലിക്കട്ടെ, ആത്മമണ്ഡലങ്ങൾ ഇന്ന് പകൽ തുറക്കപ്പെടട്ടെ.
ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നിന്റെ തല താഴ്ത്തുവാൻ പിശാച് വെച്ചിരിക്കുന്ന പദ്ധതികളെ ദൈവം പൊളിച്ചെഴുതാൻ പോവുക. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ്റെ തല താഴത്തില്ല. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും തല താഴത്തില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, അവന്റെ തലയെ താഴ്ത്ത കഴിയത്തില്ല. നീ ക്രിസ്തുവിനെ വിശ്വസിച്ചിറങ്ങിയതാണോ? നീയും നിന്റെ കുടുംബവും നിന്റെ തലമുറ തല താഴ്ത്താൻ യഹോവ സമ്മതിക്കത്തില്ല. നിന്റെ തലമുറയുടെ തല കുനിയ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ തലമുറ മുഖാന്തരമാ നിന്റെ തല കുനിയാൻ യഹോവ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ തലയെ നീ ഉയർത്ത്. എവിടെയാണോ നീ തല താഴ്ത്തിയത്, എവിടെയാണോ നിന്റെ തല കുനിഞ്ഞത്, അവിടെ നിന്റെ തലയെ നീ ഉയർത്ത്. നീ കാണുന്ന ദേശം, നീ കാണുന്ന ദേശം, നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്ന ദേശം ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. ഇന്ന് പകൽ ആത്മാവിൽ കരമടിച്ചു ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ പിശാച് ഇന്ന് പകൽ ആത്മാവിൽ നീ പ്രഖ്യാപിക്ക്, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നവനാണ്. ഇന്ന് പകൽ അഭിഷേകം ചലിക്കട്ടെ. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുക. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതത്തെ ചെയ്യാൻ പോകുക. നിന്റെ കൂടെ ഇറങ്ങിയവർ പലരും മേൽത്തരമായത്, പലതും പുഷ്ടിയുള്ളത് തിരഞ്ഞെടുത്തപ്പോ നീ ചിന്തിക്കുക, ഞാനാണല്ലോ ദൈവശബ്ദം കേട്ടത്. അവരെക്കാളും മുൻപിൽ ഞാനാണല്ലോ ദൈവശബ്ദം കേട്ടത്. ഞാനാണല്ലോ ദൈവശബ്ദത്തിൻ്റെ അകത്ത് ആദ്യമേ ഇറങ്ങിയത്. എന്താ എൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊരു ഉയർച്ചയില്ലാത്തത്? എന്താ എൻ്റെ തലമുറയുടെ മേലൊരു വിടുതലില്ലാത്തത്? എന്താ എൻ്റെ കുടുംബത്തിൻ്റെ അകത്തൊരു അത്ഭുതം സംഭവിക്കാത്തത്? എന്താ ഞാനൊരു അത്ഭുതം കാണാത്തത്? എന്താ എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാത്തത്? ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, അവൻ നിനക്കൊരു സമയം വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ അതിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുക. 2024 അവസാനിക്കുന്നതിന് മുൻപ് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, 2024 അവസാനിക്കുന്നതിന് മുൻപ്, അതിന്റെ അവസാനം എത്തുന്നതിന് മുൻപ് നീ അത്ഭുതം കാണാൻ പോകുമോ?